ടയർ തകരാർ. മസ്കത്ത് കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് 13 മണിക്കൂർ വൈകി. ഇന്നലെ ഞാൻ ദർവീഷെ കണ്ടു. കവിതാ സമാഹാരം മസ്കത്തിൽ പ്രകാശിതമായി. മലയാളികൾ അടങ്ങുന്ന ഹജ്ജ് സംഘത്തിന് മസ്കത്തിൽ യാത്രയയപ്പ് നൽകി. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange. ടയർ സംബന്ധിച്ച സാങ്കേതിക തകരാറിനെ തുടർന്ന് മസ്കത്ത് കണ്ണൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം 13 മണിക്കൂർ വൈകി. വെള്ളിയാഴ്ച രാത്രി 9:10 മസ്കത്തിൽ നിന്ന് പുറപ്പെടേണ്ട IX-712 വിമാനമാണ് യാത്രക്കാരെ മണിക്കൂറുകളോളം ദുരിതത്തിലാക്കിയത്. യാത്രക്കാരെ രാത്രി 11 വരെ വിമാനത്തിൽ ഇരുത്തിയ ശേഷമാണ് സാങ്കേതിക പ്രശ്നം പരിഹരിക്കാനാകില്ലെന്ന് അറിയിച്ച് എല്ലാവരെയും തിരിച്ചിറക്കിയത്. കൃത്യമായ വിവരങ്ങൾ ലഭിക്കാതിരുന്നതിനാൽ യാത്രക്കാർ പ്രതിഷേധവും രേഖപ്പെടുത്തി. മണിക്കൂറുകളോളം ലോഞ്ചിൽ കാത്തിരിക്കേണ്ടി വന്നതായും യാത്രക്കാർ പറഞ്ഞു. ടയർ സംബന്ധിച്ച തകരാർ കണ്ടെത്തിയതിനെ തുടർന്ന് യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് വിമാനം സർവീസ് നിർത്തിവെച്ചതെന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ അറിയിച്ചു. പിന്നീട് ശനിയാഴ്ച രാവിലെ മറ്റൊരു വിമാനം ഏർപ്പെടുത്തിയാണ് യാത്രക്കാർക്ക് കണ്ണൂരിലേക്ക് യാത്ര തുടരാനായത്. യാത്രക്കാർക്ക് നേരിട്ട അസൗകര്യത്തിൽ ഖേദിക്കുന്നതായും കമ്പനി അറിയിച്ചു. ഒമാനിലെ എഴുത്തുകാരനും സാമൂഹിക പ്രവർത്തകനുമായ രാജീവ് മഹാദേവന്റെ ഇന്നലെ ഞാൻ ദർവീഷെ കണ്ടു എന്ന കവിതാ സമാഹാരത്തിന്റെ മസ്കത്ത് പ്രകാശനം ശ്രദ്ധേയമായി. റൂവി CBD ഏരിയയിലെ ഡെന്നസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ലോക കേരള സഭാംഗം വിൽസൺ ജോർജ് ഉദ്ഘാടനം നിർവഹിച്ചു. മലയാളം മിഷൻ ഒമാന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടിയിൽ സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു. ഷാജി സെബാസ്റ്റ്യൻ പുസ്തക പ്രകാശനം നിർവഹിച്ചപ്പോൾ എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ അമ്മു വള്ളിക്കാട്ട് പുസ്തകം ഏറ്റുവാങ്ങി. പ്രവാസം, പലായനം, ഭൗമരാഷ്ട്രീയം, പൗരത്വം തുടങ്ങിയ വിഷയങ്ങളെ ആസ്പദമാക്കി 30 കവിതകളാണ് സമാഹാരത്തിലുള്ളത്. മഹ്മൂദ് ദാർവിഷിന് ആദരമർപ്പിക്കുന്ന ഈ കൃതിക്ക് ഇതിനോടകം സാഹിത്യ ലോകത്തിന്റെ ശ്രദ്ധ നേടാനായിട്ടുണ്ട്. മസ്കത്തിലെ സോഫ്റ്റ്വെയർ ഡെവലപ്പറായി ജോലി ചെയ്യുന്ന രാജീവ് മഹാദേവൻ ഗൾഫ് ദേശാഭിമാനി, മസ്കത്ത് ലേഖകൻ, മലയാള മിഷൻ ഒമാൻ ജോയിന്റ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിച്ചു വരുന്നു. മസ്കത്തിൽ നിന്ന് പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെടുന്ന മലയാളികൾ അടങ്ങുന്ന ഇന്ത്യൻ തീർത്ഥാടകർക്ക് ഹൃദയസ്പർശിയായ യാത്രയയപ്പ് നൽകി. മസ്കത്ത് സുന്നി സെന്ററിന്റെ നേതൃത്വത്തിൽ റൂവി സുൽത്താൻ ഖാബൂസ് മസ്ജിദ് പരിസരത്തായിരുന്നു ചടങ്ങ് സംഘടിപ്പിച്ചത്. മൊത്തം 86 ഇന്ത്യൻ ഹാജിമാരാണ് മക്കയിലേക്ക് പുറപ്പെട്ടത്. ഇതിൽ 66 പേർ മലയാളികളാണ്. ബന്ധുക്കളും സുഹൃത്തുക്കളും പങ്കെടുത്ത യാത്രയയപ്പ് ചടങ്ങിൽ നിരവധി സാമൂഹിക മാധ്യമ പ്രവർത്തകരും സന്നിഹിതരായി. ലോക സമാധാനത്തിനായി പ്രാർത്ഥിക്കണമെന്നും പരിശുദ്ധ ഹജ്ജ് കർമ്മം ആത്മീയ ഉണർവിന് വഴിയൊരുക്കട്ടെയെന്നും ചടങ്ങിൽ സംസാരിച്ചവർ ആശംസിച്ചു. കണ്ണു നിറഞ്ഞ പ്രാർത്ഥനകളോടെയും അതിരറ്റ സ്നേഹവായ്പകളോടെയും സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഹാജിമാരെ യാത്രയാക്കി. മസ്കത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഹാജിമാർ മദീനയിലേക്ക് യാത്ര തിരിച്ചു. നേരത്തെ സുന്നി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 86 ഹാജിമാർക്കും 5 ദിവസങ്ങളിലായി ഹജ്ജ് പഠന ക്ലാസും ക്യാമ്പും സംഘടിപ്പിച്ചിരുന്നു. പരിശുദ്ധ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കി ജൂൺ 1 ഹാജിമാർ മസ്കത്തിൽ തിരിച്ചെത്തും. ഇത്തവണ 14,000 പേർക്കാണ് ഒമാനിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടനത്തിന് അവസരം ലഭിച്ചത്. ഇതിൽ 220 വിദേശ അറബ് വംശജരും ഇന്ത്യക്കാരുൾപ്പെടെയുള്ള 220 മറ്റു വിദേശികൾക്കും അവസരം ലഭിച്ചു. ബാക്കിയുള്ള 13,560 പേർ ഹജ്ജ് മിഷൻ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള സ്വദേശികളാണ്. ആകെ ലഭിച്ച 42,000 അപേക്ഷകരിൽ നിന്നാണ് 14,000 പേർക്ക് അവസരം ലഭിച്ചത്. ഒമാനിലെ ഗുരുധർമ്മ പ്രചരണ സഭയുടെ നേതൃത്വത്തിൽ വിഷു 2026 വിപുലമായ പരിപാടികളോടെ ആഘോഷിച്ചു. വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി ആഘോഷ ചടങ്ങ് അഡ്വക്കേറ്റ് MK പ്രസാദ് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ചു. ഗുരുധർമ്മ പ്രചരണ സഭ ഒമാൻ യൂണിയൻ ജനറൽ സെക്രട്ടറി സിജുമോൻ സുകുമാരൻ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MK പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സുരേഷ് തേറമ്പിൽ ആശംസകൾ അർപ്പിച്ചപ്പോൾ ശിവഗിരി മഠം സന്യാസി സ്വാമി അസംഗാനന്ദഗിരി ഓൺലൈനിലൂടെ സന്ദേശം നൽകി. ശ്രീനാരായണ ഗുരുവിന് മുൻപിൽ ദീപം തെളിയിക്കുകയും ദൈവദശക ആലാപനത്തോടെയും പരിപാടികൾക്ക് തുടക്കമായി. നാടൻ കലാപരിപാടികൾ, ക്ലാസിക്കൽ ഡാൻസ്, വെസ്റ്റേൺ ഡാൻസ് എന്നിവയും ആഘോഷത്തിന്റെ ഭാഗമായി അവതരിപ്പിച്ചു. അൽ ഖുവൈറിൽ ആരംഭിച്ച പുതിയ യൂണിറ്റ് ശാഖയ്ക്ക് ശിവഗിരി മഠത്തിൽ നിന്ന് ലഭിച്ച രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ചടങ്ങിൽ വെച്ച് യൂണിയൻ ഭാരവാഹികൾക്ക് കൈമാറി. പരിപാടിയിൽ പങ്കെടുത്ത എല്ലാ മലയാളികൾക്കും യൂണിയൻ വൈസ് പ്രസിഡന്റ് ബിജു സഹദേവൻ നന്ദി അറിയിച്ചു. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.